ഡും ഡും ഇവിടെ ആരും ഇല്ലേ? ആരും എന്നെ എറിഞ്ഞ് ഓടിക്കരുത്. ഇന്നലെ ഇടാന്ന് പറഞ്ഞ ഗിവവേയുടെ വീഡിയോ ഇന്നലെ ഇട്ടില്ല, ഞാൻ ഇന്നിട്ട് കൊണ്ടുവന്നത് അതാണ് കേട്ടോ. ഒരൊറ്റ ദിവസത്തിന് വ്യത്യാസമല്ലേ ഉള്ളൂ. നിങ്ങൾ അങ്ങ് ക്ഷമിച്ച് കളയണം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗിഫ്റ്റ് 2-3 ദിവസം മുന്നെയാണ് വന്നത്. അപ്പോൾ ഞാൻ ഓർത്തു അത് അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് ഒരു ഷോർട്സ് ഇടാം. അപ്പോൾ ആ ഷോർട്സിൽ തന്നെ എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറയാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ സാറ്റർഡേ രാവിലെ, അതായത് ഇന്നലെ രാവിലെ ഞാൻ വീഡിയോ ഒക്കെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. ഗിഫ്റ്റ് ഞാൻ എടുത്തതുമില്ല, വീഡിയോ കയ്യിലുണ്ടല്ലോ വെച്ചിട്ട്. ഉച്ചയ്ക്ക് ശേഷം വീഡിയോ ഇടാലോ എന്ന് ധൈര്യത്തിലാണ് ഞാൻ രാവിലെ വരെ പറഞ്ഞത് വൈകുന്നേരം വീഡിയോ കാണുമെന്ന്. പക്ഷേ ഉച്ചയ്ക്ക് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് അതിൽ വോയിസ് ഒക്കെ കൊടുക്കാമല്ലോ എന്ന് വെച്ച് എടുത്ത് നോക്കിയപ്പോൾ പകച്ചു പോയി എൻ്റെ വാല്യം. ഈ പരട്ട ഫോൺ എന്നെ ചതിച്ചു. ഇതിനകത്തൊന്നും പതിഞ്ഞില്ല, സ്റ്റോറേജ് ഇല്ലാത്തത് കൊണ്ട്, സ്പേസ് ഇല്ലാണ്ട് ഇതൊന്നും ഞാനത് ശ്രദ്ധിച്ചുമില്ല. എൻ്റെ കഷ്ടകാലം എന്നല്ലാണ്ട് എന്ത് പറയാനാണ്. പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിഞ്ഞില്ല. ഞാനിങ്ങനെ ഇടിവെട്ട് കിട്ടിയേറ്റ പോലെ ഇങ്ങനെ ഇരിപ്പായിരുന്നു. സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം മൂടെല്ലാം പോയി. എന്ത് ചെയ്യണമെന്നും അറിയാം. എനിക്ക് ഭയങ്കര വിഷമമായി പോയി. പിന്നെ ഞാൻ ഇന്ന് രാവിലെ എണീറ്റിട്ട് ഞാൻ വിചാരിച്ചു എന്നൊരു കാര്യം, നമ്മൾ ഫേസ് ടു ഫേസ് സംസാരിക്കില്ല, അതുപോലെ സംസാരിക്കാൻ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറയാം, ഗിഫ്റ്റ് പിന്നെ ഒരു ഷോർട്സ് ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിനകത്തുള്ള കുറേ ഫോട്ടോസ് വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്തിരുന്നപ്പോൾ ഉച്ചവരെ ഇതായിരുന്നു പരിപാടി. പക്ഷേ അത് സെറ്റാവുന്നില്ല. എനിക്ക് ചമ്മലാണോ, ചിരിയാണോ, പേടിയാണോ, ഇനി നാണമാണോ എനിക്കറിഞ്ഞൂടാ. എന്ത് ചെയ്തിട്ടും സംഗതി സെറ്റാവുന്നില്ല. പിന്നെ ആ ഉദ്യമം ഞാൻ ഉപേക്ഷിച്ചു. ലാസ്റ്റ് ഞാൻ വിചാരിച്ചു ഒരു ക്രാഫ്റ്റ്, എൻ്റെ കയ്യിൽ സംഗതികളൊന്നുമില്ല, അപ്പോൾ എന്തെങ്കിലും ഒരു വലിയ ക്രാഫ്റ്റൊന്നുമല്ല കേട്ടോ. സത്യത്തിൽ എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറകിലുള്ള ബാക്ക്ഗ്രൗണ്ട് കോറസ് കാക്കയാണ്, ശ്രദ്ധിക്കേണ്ട. എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ക്രാഫ്റ്റ് കാണിക്കുന്നതിനെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ പറയും. നിങ്ങളത് അത്ര വലിയ സംഭവമൊന്നുമല്ല, നിങ്ങളത് താല്പര്യമുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. അതായത് ഇതിങ്ങനെ കാണിച്ചിട്ട് ഇതിൽ ഞാൻ സംഗതികൾ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഞാൻ 100 പേരാകുമ്പോൾ നമ്മൾ ഗിഫ്റ്റ് തരാമെന്നാണ് പറഞ്ഞിരുന്നത്. നമ്മൾ ഫെബ്രുവരി 26 ആയപ്പോഴത്തേക്കും 100 പേരായിരുന്നു. ഇന്നിപ്പോൾ മാർച്ച് 9 ഗിഫ്റ്റ് 100 പേരായിട്ടും ആ ഗിഫ്റ്റ് എന്ത് വാങ്ങണം അങ്ങനെയൊക്കെ കൺഫ്യൂഷൻ അടിച്ച് ഞാൻ കുറച്ച് സമയം നിന്നു. പിന്നെ സംഗതി ഓർഡർ ചെയ്തിട്ട് കൊറിയർ കിട്ടാൻ ലേറ്റ്, അങ്ങനെയൊക്കെയാണ്. ഇനി വെച്ച് താമസിപ്പിച്ചാൽ ശരിയാവത്തില്ല. അതുകൊണ്ടാട്ടോ 100 പേരെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ 250 പേരായി ഇപ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി താമസിപ്പിച്ചാൽ നിങ്ങൾ എന്നെ ചതിച്ചിയായിട്ട് പ്രഖ്യാപിക്കുമല്ലോ എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ്. അപ്പോൾ ചെയ്യേണ്ട കാര്യം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കുറേ പേരാണെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത കുറേ പേരുണ്ടാകും. പക്ഷേ നമ്മളിപ്പോൾ ഈ കുറച്ച് കുഞ്ഞ് ഫാമിലിയല്ലേ, നിങ്ങൾ കുറേ പേര് എനിക്ക് ഭയങ്കര പേഴ്സണലി അറിയാവുന്ന പോലെ തന്നെയായി. ഇപ്പോൾ നമ്മൾ കമൻറ്റ് ചെയ്തിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്ലൈ കൊടുത്തിട്ടും അങ്ങനെയൊക്കെ. പിന്നെ കുറച്ച് 1-2 പേരൊക്കെ എന്നോട് എനിക്ക് തരാമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്ക് റാൻഡമായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഇതിൽ ആരെയാണ് സെലക്ട് ചെയ്യുക, മറ്റുള്ളവർക്ക് വിഷമം, അങ്ങനെ എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമമായിപ്പോയി. നിങ്ങൾക്ക് വിഷമമാവോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടൂ, പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ 1-2 പേരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുറച്ച് നമുക്കൊരു അവർ കുറച്ച് ഒരു ഐഡിയാസൊക്കെ പറഞ്ഞതിൽ ഒരു ഐഡിയയാണ് ഞാനിപ്പോൾ പറയുന്നത്. അതായത് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സബ്സ്ക്രൈബർ ആയിരിക്കുക. അത് എന്തായാലും അങ്ങനെയാണല്ലോ നിങ്ങളെല്ലാവരും, അങ്ങനെയായിരിക്കുക. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത്തെ കാര്യം, പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ വീഡിയോയുടെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയുള്ളതിൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ഉണ്ടല്ലോ, ഈ യൂട്യൂബിൻ്റെ ഞാൻ പൂവിൻ്റെ മേലെ നോക്കിയിരിക്കുന്ന നമ്മുടെ പ്രൊഫൈൽ പിക്ചർ എത്ര തവണ ഇങ്ങനെ ഞാൻ ചെറുതായിട്ട് കുറച്ചൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇങ്ങനെ കാണിക്കും. അത് എത്ര തവണ ടോട്ടൽ കാണിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഈ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നോക്കുക. അതിൽ എത്ര തവണ നോക്കുന്നുണ്ടെന്നുള്ള കാര്യം ഒന്നെങ്കിലും നിങ്ങൾക്ക് കമൻ്റായിട്ട് പറയാം. അതല്ല വെച്ചാൽ എൻ്റെ ഇമെയിൽ ID ഉണ്ടല്ലോ, ഇതിൽ കാണാമല്ലോ, ആ ഇമെയിൽ IDയിൽ നിങ്ങളെനിക്ക് മെയിൽ സെൻഡ് ചെയ്ത് തരാം. നിങ്ങളുടെ ആൻസറും പിന്നെ പേരും എനിക്ക് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, അതാണ് നമ്മൾ ഒരു ഗെയിമാണ്. കുഞ്ഞൊരു ഗെയിമായിട്ട് കണ്ടാൽ മതി. അങ്ങനെ ബുദ്ധിമുട്ട് അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത്. കുഞ്ഞൊരു ഗെയിമാണ്. ഓക്കെ, ഒരു രസം അത്രയും കരുതിയാൽ മതി. നിങ്ങൾ ബുദ്ധിമുട്ട് എക്സാമൊക്കെയാണ് എന്നാൽ അതിനിടയിൽ ഒരു 5 മിനിറ്റ് മതിയല്ലോ ഇത്. ഓക്കെ, അതാണ് നമ്മുടെ ഇത്. അതായത് നിങ്ങൾ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാണുക. എത്ര തവണ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെറുങ്ങനെ ഇങ്ങനെ വരും, അങ്ങനെ എത്ര തവണ വരുന്നുണ്ടെന്ന് നോക്കിയിട്ട് അതിൻ്റെ ആൻസർ എനിക്ക് മെയിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് തന്നാൽ മതി. പിന്നെ കമൻറ്റും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് സംഗതികളൊക്കെ നിങ്ങൾ എന്തായാലും ചെയ്യുമല്ലോ അല്ലേ. എന്തായാലും ലൈക്ക് ചെയ്യുക വീഡിയോയ്ക്ക്, എന്തായാലും നിങ്ങൾ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യില്ല, അത്രയൊക്കെ മതി. പക്ഷേ